എന്താണ് എസ് പി സാർ എന്താ എസ് പി സാറ് പറഞ്ഞ് ഊട്ടിയിൽ നിന്ന് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരള പോലീസിൻ്റെ കൈകളിലുണ്ട്, തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫോൺ കോളാണ് അതിൽ വലിയ നിർണായകമായെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതാണ് തോന്നുന്നു. ഇന്നലെ അവൻ ആ ഫോൺ ഓണാക്കിയത് ആ സമയത്താണ്, അവിടെയാണ് ലൊക്കേഷൻ അവർക്ക് കിട്ടിയത്. അത് വിളിച്ചപാട് നമ്മൾ അവരെ ഇൻഫോം ചെയ്തു, പോലീസുകാരെ. അവരത് ലൊക്കേറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവരിന്ന് രാവിലെ ഇപ്പോഴത്തേക്കും തന്നെ അവരത് കണ്ടുപിടിച്ചു, ഇപ്പം കിട്ടിയെന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു ഇതായിട്ട് തന്നെയാണ് തോന്നുന്നത്. വിഷ്ണുവിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കാര്യം പങ്കുവച്ചത്? ഇല്ലില്ല, നമ്മുടെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിഷ്ണു പൂർണ്ണമായി സുരക്ഷിതനാണെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത്. അതെ 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 അതിലും സമാധാനമുണ്ട്. അതിൽ നമ്മളെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്, കുഞ്ഞു എന്ന് പറയുന്ന ഇക്കയാണ് നമ്മളെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചതും കൊണ്ടുപോയതും. ഇത്ര എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഇക്കാനോടാണ്. ഇക്കയാണ് നമ്മളെ എല്ലാ രീതിയിലും സഹായിച്ച്, ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച് ഈ കുഞ്ഞു എന്ന് പറയുന്ന ഇക്കയാണ്. ഇനിയിപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് വിവാഹത്തിൻ്റെ ഒരു തലേനാളിങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്തായാലും ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ്. എന്താണ് സന്തോഷമായി. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇനി എന്തായാലും അതിൻ്റെ കാര്യം ഞാൻ വന്നിട്ട് ചർച്ച ചെയ്തിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കും. ഇനി സമയമുണ്ടല്ലോ ഇനി. വിഷ്ണുവിന് അന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അച്ഛൻ വിഷ്ണു നല്ല ഹാപ്പി ആയിരുന്നു എന്ന്. പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ഇതിന് വല്ല അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇവിടുന്ന് പോകുമ്പോഴും അവ ഹാപ്പി ആയിട്ടാണ് പോയത്. അവൻ്റെ പൈസേൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. കല്യാണത്തിന് ചെലവിനുള്ള പൈസ അവന് വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും മനഃപൂർവ്വം മാറിയതോ അല്ലെങ്കിൽ എന്താ അറിയില്ല. അവൻ വന്ന് ചോദിച്ചാലേ അറിയുള്ളൂ. വിഷ്ണുവിൻ്റെ വിവാഹത്തിന് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി പോയതാണോ അങ്ങോട്ട് കഞ്ചിക്കോട്ടേക്ക്? നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ കുറച്ച് ക്യാഷ് കിട്ടാണ്ട് അതിന് പോയതാണ്, ഞാൻ നേരെ വീട്ടിൽ വരുള്ളൂ എന്ന്. അപ്പോഴും ഇത് കിട്ടിയിട്ട് വേണം മറ്റുള്ള കാര്യം ചെയ്യണം, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ക്യാഷിൻ്റെ പ്രോബ്ലം ഞാൻ ലീവിന് 3-ാം തീയതിയാണ് വന്നത്. ലീവ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ആദ്യം തന്നെ അവനോട് ചോദിച്ചതാണ്. കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് എടുക്കൽ എല്ലാം കഴിഞ്ഞു. താലിച്ചേന് മോതിരം അവനെടുക്കാമെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, താലിച്ചേന് മോതിരം എടുത്തോ, അമ്മയും പെങ്ങളും കണ്ടിട്ടില്ലല്ലോ എന്ന്. അതൊക്കെ റെഡിയാണ് അമ്മ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നോക്കിയിട്ടില്ല. അന്ന് പോകുന്ന രാവിലെ വരെ അവൻ ഞങ്ങളോട് ഇങ്ങനെ കല്യാണ ആവശ്യത്തിന് പൈസ എനിക്ക് തികയില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ മറ്റുള്ളവരോടൊക്കെ ഈ സ്വർണ്ണം എടുക്കാനും സ്വർണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ പണം ചോദിച്ചതായിട്ട് ഓരോരുത്തരും ഇങ്ങനെ പിന്നെ പറയുണ്ടായി. ആദ്യം അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഒപ്പം ഉണ്ടാവും. എന്നോടോ അല്ലെങ്കിൽ അവളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് സുഖമില്ലാതായ പിന്നെ വീട്ടിലെ കാര്യമൊക്കെ മോളാണ് അന്വേഷിച്ച് എൻ്റെ എല്ലാ കാര്യം മോളാണ് ചെയ്യുന്നത്. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കലും വീട്ടിലെ കാര്യങ്ങൾ എല്ലാം അവളാണ് ചെയ്യുന്നത്. അവളോടൊന്ന് അവൾ കുറച്ച് ചീത്ത പറയുമായിരിക്കും, പക്ഷെ എന്നാലും അതിനുള്ള മാർഗം അവൾ കണ്ടെത്തുമായിരുന്നു. പക്ഷെ അവളോട് പറഞ്ഞിട്ടില്ല. ആരോടും പറയാതെ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെയാണ് ഇപ്പോൾ വിഷ്ണു പോയത്. അവൻ തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു അവൻ്റെ ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ സ്ഥിതിയിലായത്. സംഘപ്പെടപ്പെടേണ്ട, പൂർണ്ണമായി സുരക്ഷിതരായിട്ട് പറഞ്ഞു ആരോഗ്യവാനായിട്ട് ഇരിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു അവനെ വിഷമിക്കുന്ന രീതിയിലൊന്നും ചോദിക്കും പറയുകയൊന്നും ചെയ്യണ്ട. അവന് ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമായി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോകും, വീണ്ടും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അവനെ പുറത്തേക്ക് കിടക്കണമല്ലോ. അപ്പം അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ചോദ്യങ്ങളും കൂടെ ചോദിക്കുമ്പോൾ അപ്പോൾ കുറച്ച് സമയത്തേക്ക് അവനൊന്ന് വെറുതെ വിട്ടാൽ ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം. കല്യാണത്തിന് വേണ്ടിയിട്ട് അവന് ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും കൂടെ ചെയ്തത്, വീടിൻ്റെ പണി ഇതൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അവന് ചെയ്യാനുള്ള താലിമാലയും മോതിരം വാങ്ങാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ അതിൻ്റെ ക്യാഷ് അവൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ്റെ സാലറിയിൽ നിന്ന് അവൻ മാറ്റി വെച്ച് അതിനുള്ളത് അവൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ്, പാലക്കാട് ക്യാഷ് ഉണ്ട് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്കറിയില്ലായിരുന്നു.
ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കുടുംബം ഒപ്പം ഉണ്ടാവും. പറഞ്ഞാൽ മതിയായിരുന്നു അവൻ്റെ ആദ്യം മുതലേ നമ്മൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉണ്ടോ താലിമാല മോതിരത്തിന് എന്താ ചെയ്യുന്നത്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡിയാന്ന് എപ്പോഴും പറയും. അവൻ ആദ്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ അതും നമുക്ക് ചെയ്യാമായിരുന്നു.